ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെ നിയമസഭാ സമ്മേളനത്തിന് ഇന്ന് തുടക്കമാവുകയാണ്. രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്തെ അവസാനത്തെ നിയമസഭാ സമ്മേളനമാണ് നടക്കാൻ പോകുന്നത്. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ജനപ്രിയ പ്രഖ്യാപനങ്ങൾ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഉണ്ടാകും. അതേസമയം കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുന്ന ചില ഭാഗങ്ങൾ ഗവർണർ വായിക്കാൻ സാധ്യതയില്ല. തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി സെയ്ഫ് സല്ലബ്ദീനാണ് ചേരുന്നത്. സെയ്ഫ്, ഗുഡ് മോർണിംഗ്. അങ്ങനെ രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന സഭാ സമ്മേളനത്തിന് ഇന്ന് തുടക്കമാവുന്നു. എല്ലാവരും ഉറ്റുനോക്കുന്നത് ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം തന്നെയാണ്. അതിൽ കേന്ദ്ര സർക്കാരിനെതിരെ ചില വിമർശനങ്ങളുണ്ട്. അതൊക്കെ വായിക്കുമോ ഇല്ലയോ എന്നൊക്കെ ഉറ്റുനോക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബജറ്റ് വരാൻ പോവുകയാണ്. ജനപ്രിയ പ്രഖ്യാപനങ്ങൾ അതിലും ഉണ്ടാകുമെന്നതിൽ സംശയമില്ല. അപ്പോൾ അവസാന സഭാ സമ്മേളനം എന്ന രീതിയിൽ എത്ര ആകാംക്ഷയോടെയാണ് ഉറ്റുനോക്കുന്നത് ആളുകൾ? സാധാരണഗതിയിൽ ദിവ്യ, ഒരു സർക്കാരിന്റെ അവസാന ബജറ്റ് അവസാന നയപ്രഖ്യാപനം, അവസാനത്തെ സഭാ സമ്മേളനം, അത് രാഷ്ട്രീയ വിവാദങ്ങൾ കൊണ്ട് കത്തിപ്പടരുന്നതാണ് സാധാരണഗതിയിൽ നമ്മൾ കണ്ടുവന്നിട്ടുള്ളത്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തായാലും അതിന് മുന്നേ ഉള്ള ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തായാലും അത് രാഷ്ട്രീയ വിവാദങ്ങൾ കൊണ്ട് മൂടുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇത്തവണയും വിഷയങ്ങൾക്ക് ഒരു കുറവും പ്രതിപക്ഷത്തിന്റെയും ഭരണപക്ഷത്തിന്റെയും കാര്യത്തിലില്ല. അവർക്ക് ഒരുപാടെടുത്ത് എറിയാനുള്ള വിഷയങ്ങൾ അവരുടെ കയ്യിൽ ഇപ്പോൾ തന്നെയുണ്ട്. 26-ാം തീയതി വരെ, മാർച്ച് 26-ാം തീയതി വരെ 32 ദിവസമാണ് സഭ സമ്മേളിക്കുന്നത്. ഈ 32 ദിവസവും ഉപയോഗിക്കാൻ വേണ്ടിയുള്ള വിഷയങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് ഈ സഭാ സമ്മേളനത്തിന്റെ പ്രത്യേകത. പിന്നീട് ദിവ്യ ചോദിച്ച പോലെ തന്നെ നയപ്രഖ്യാപന പ്രസംഗം എന്ന് പറഞ്ഞാൽ ഒരു സർക്കാർ അടുത്ത ഒരു വർഷം എൻ്റെ സർക്കാർ എന്താണ് ചെയ്യുന്നത് എന്ന് ഗവർണർ സഭയ്ക്ക് മുന്നിൽ അവതരിപ്പിക്കുകയാണ്, കേരളത്തിലെ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുകയാണ്. എൻ്റെ നയം ഇതാണ്, എൻ്റെ സർക്കാരിൻ്റെ നയം ഇതാണ് എന്ന് പ്രഖ്യാപിക്കുന്നതാണ് നയപ്രഖ്യാപനം. അത് രാവിലെ 9 മണിയോടുകൂടിയാണ് ആരംഭിക്കുന്നത്. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടു കൂടി വേണം ഒരു വർഷത്തെ ആദ്യത്തെ സഭാ സമ്മേളനം ആരംഭിക്കാൻ. നേരത്തെ പല വിവാദങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. നയപ്രഖ്യാപന പ്രസംഗവുമായി ബന്ധപ്പെട്ട് ആരിഫ് മുഹമ്മദ് ഖാൻ ഇരുന്ന സമയത്ത് 57 സെക്കൻഡ് കൊണ്ട് നയപ്രഖ്യാപന പ്രസംഗം, അതിൻ്റെ ആദ്യത്തെ ഒരു 2-3 വരിയോ അവസാനത്തെ കൺക്ലൂഷൻ വായിച്ചിട്ട് അദ്ദേഹം ഇറങ്ങി പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത്തവണ എന്തായാലും രാജേന്ദ്ര അർലേക്കറിൽ നിന്ന് അങ്ങനെയൊന്നും ഉണ്ടാകില്ല എന്ന് പ്രതീക്ഷിക്കാം. 8:50 അദ്ദേഹം ലോക് ഭവനിൽ നിന്ന് ഇറങ്ങും. അവിടെ നിന്നൊരു 5 മിനിറ്റ് യാത്രയേ ഉള്ളൂ ഇങ്ങോട്ട്. 8:55 സഭയ്ക്ക് മുന്നിലെത്തും. മുഖ്യമന്ത്രിയും സ്പീക്കറും പാർലമെന്ററി കാര്യമന്ത്രി MP രാജേഷും ചേർന്നാണ് ഗവർണറെ സ്വീകരിക്കുന്നത്. തുടർന്ന് അദ്ദേഹത്തെ ആനയിച്ച് സഭയ്ക്കുള്ളിലേക്ക് കൊണ്ടുവരും. 9 മണിയോടുകൂടി നയപ്രഖ്യാപന പ്രസംഗം ആരംഭിക്കും. കഴിഞ്ഞ തവണ 1 മണിക്കൂർ 57 മിനിറ്റുമായിരുന്നു നയപ്രഖ്യാപന പ്രസംഗം ഗവർണറുടെ ഉണ്ടായിരുന്നത്. ഇത്തവണ 2 മണിക്കൂറോളം നീണ്ടുപോകാൻ സാധ്യതയുണ്ട്. കാരണം ജനകീയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇത് കഴിഞ്ഞാൽ ഉടനെ തന്നെ തെരഞ്ഞെടുപ്പിന്റെ കാഹളം മുഴങ്ങുകയാണ്. ഒരുപക്ഷെ ഇതിനിടയിൽ, ഈ സഭാ സമ്മേളനത്തിന്റെ ഇടയിൽ തന്നെ അത് ഉണ്ടാവുകയും ചെയ്യും. ഇപ്പോൾ ഇന്ന് തുടങ്ങി മാർച്ച് 26-ന് ഇടയിൽ ഈ സമ്പൂർണ്ണ ബജറ്റ് പാസ്സാക്കുന്നില്ല, വോട്ട് ഓൺ അക്കൗണ്ട് പാസ്സാക്കി പിരിയാൻ വേണ്ടിയാണ് ഇത്തവണ തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെ വോട്ട് ഓൺ അക്കൗണ്ട് പാസ്സാക്കണമെങ്കിൽ തന്നെ നിലവിലെ ഷെഡ്യൂൾ പ്രകാരം മാർച്ച് 26 വരെ കാത്തിരിക്കണം. പക്ഷേ രാഷ്ട്രീയ പാർട്ടികൾ പ്രതീക്ഷിക്കുന്നത് മാർച്ച് 15 തെരഞ്ഞെടുപ്പിന്റെ പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ സഭാ സമ്മേളനം വെട്ടിച്ചുരുക്കാൻ തന്നെയാണ് സാധ്യത. അത് പിന്നീടുള്ളത് ഈ നയപ്രഖ്യാപന പ്രസംഗവുമായി ബന്ധപ്പെട്ട ചില വിവാദങ്ങൾ ആണ്. ആദ്യ മന്ത്രിസഭാ യോഗം അംഗീകരിച്ചത് ഗവർണർക്ക് അയച്ചു കൊടുക്കും. ഗവർണർ അത് ഇത്തവണ വായിച്ചപ്പോൾ അതിനകത്ത് കേന്ദ്ര സർക്കാരിന് വിരുദ്ധമായ 1-2 പരാമർശങ്ങളുണ്ട്. ഒന്ന്, സാമ്പത്തികമായി കേന്ദ്രം ജനിക്കുന്നു എന്ന തരത്തിലുള്ള ചില പരാമർശങ്ങളുണ്ട്. അതിനോട് സർക്കാരിനോട് വിശദീകരണം തേടിയിരുന്നു. അത് സാധാരണഗതിയിൽ ഉണ്ടാവുന്നതാണ്. എന്തെങ്കിലും ഒരു ഭാഗത്ത് സംശയം ഉണ്ടെങ്കിൽ വിശദീകരണം തേടുക എന്നുള്ളത്. സർക്കാർ അതിൻ്റെ ക്ലാരിഫിക്കേഷൻ തിരിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഗവർണർക്ക് അത് പൂർണ്ണമായി ഒഴിവാക്കാൻ കഴിയില്ല. അത് വായിക്കാതെ വിടാം, സഭയ്ക്കുള്ളിൽ അത് വായിക്കാതെ വിടാം. ഗവർണർ രാജേന്ദ്ര അർലേക്കർ ചെയ്യാൻ പോകുന്നത് ഒരുപക്ഷെ അത് വായിക്കാതെ വിടുകയായിരിക്കും ചെയ്യാൻ പോകുന്നത്. അങ്ങനെ ഇന്ന് നയപ്രഖ്യാപന പ്രസംഗം, നാളെ ചരമോപചാരമാണ്. മറ്റന്നാൾ മുതലാണ് നന്ദി പ്രമേയ ചർച്ച ആരംഭിക്കുന്നത്. പിന്നീട് രാഷ്ട്രീയ വിവാദങ്ങൾ കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ കത്തിപ്പടരാൻ വേണ്ടിയുള്ള ഒരുപാട് വിഷയങ്ങൾ സഭയ്ക്കുള്ളിലുണ്ട്. ഒരു യുദ്ധഭൂമിയായി എനിക്ക് തൊട്ടുപിറകിലുള്ള നിയമസഭ മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. സ്വർണ്ണപ്പാളി വിവാദം, രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട ആ വിഷയം, അങ്ങനെ പുനർജനിയുമായി ബന്ധപ്പെട്ട വിഷയം, ഇപ്പോൾ സജി ചെറിയാനുമായി ബന്ധപ്പെട്ട വിഷയം, വെള്ളാപ്പള്ളി നടേശനുമായി ബന്ധപ്പെട്ട വിഷയം, NSSുമായി ബന്ധപ്പെട്ട ഈ വിഷയങ്ങളെല്ലാം തന്നെ നിയമസഭയിൽ ഉയരുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇന്ന് പ്രതിപക്ഷം എന്തെങ്കിലും പ്രതിഷേധത്തിലേക്ക് കടക്കാനുള്ള എന്തെങ്കിലും സാധ്യതയുണ്ടോ? കാരണം ഈ പറഞ്ഞ പോലെ, സെയ്ഫ് പറഞ്ഞ പോലെ, അവസാന നിയമസഭാ സമ്മേളനമാണ്, തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള ഒരു സന്ദർഭമാണ്, ഏറ്റവും പ്രധാനപ്പെട്ട നിർണായകമായ ഒരു സന്ദർഭമാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് തന്നെ ഈ പ്രതിഷേധത്തിലേക്കൊക്കെ കടക്കാമെന്ന് UDF ആലോചിക്കുന്നുണ്ടോ? അത്തരത്തിലൊരു സാധ്യത എത്രത്തോളമുണ്ട്?